ഇൻസ്റ്റാ ബാനിൻ്റെ പ്രൂഫ് തന്നെ കാണിക്കാം ആദ്യം. അവർക്ക് സാലറി കൊടുത്ത പ്രൂഫ് ബ്രോ, എവറിത്തിങ് ഐ ഹാവ്. ഓക്കെ, ഒന്നും ഇങ്ങനത്തെ ഒരു കാര്യവും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം, എൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഇന്നലെ ആ ലൈവിൽ നടന്നത്, അതിന് മുന്നേട്ട് അവരെന്തുകൊണ്ട് ആദ്യമേ ലൈവ് ചെയ്തില്ല? ആദ്യം ഒരു പ്രാക്ടീസ് പോലെ വീഡിയോ എടുത്ത് 10 ടേക്ക് എടുത്ത് വീഡിയോ എടുത്തിട്ടേക്കാം. ഞാൻ ഡയറക്റ്റ് ലൈവിൽ വന്ന് നിൻ്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളാണ്. 1% പോലും അതിൽ സത്യമില്ല. 1% പോലും, 0.5% ചിലപ്പോൾ സത്യം ഉണ്ടാവും. ഓക്കെ, 1% പോലും അതിൽ സത്യം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യൂലടാ. പക്ഷെ ഇതെനിക്ക് ഇതിൽ ആരതൊക്കെ ജീവൻ തകരും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ ഓക്കെ ഇന്നലെ ആദ്യം എനിക്ക് വന്നത് ഇതാണ്, ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരിത് വന്നു. ഓക്കെ, വി ലോക്ക് യുവർ അക്കൗണ്ട്, പ്രൊട്ടക്ട് ഫ്രം പോസിബിൾ ഹാക്ക് ടു റിക്കവർ അക്കൗണ്ട്, സെറ്റ് ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സാധനം വന്നു. അതായത് ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റ ഇത് തന്നു. ഞാൻ പുതിയ പാസ്വേഡ് ഇട്ടു, സെറ്റ് ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ വി സസ്പെൻഡ് യുവർ അക്കൗണ്ട്, ഈ ഒരു സാധനം വന്നു. ഓക്കെ, ഞാൻ അപ്പീൽ കൊടുത്തു. അതിന് എപ്പോൾ അപ്പീൽ ഇതാവുന്നോ ഒന്നും എനിക്കറിയില്ല. ഷമീറിൻ്റെ ഇൻസ്റ്റാ ബാൻ എന്നുള്ള കമ്പനി ഇതിന് മുന്നേ എൻ്റെ എപ്പോൾ ആയതറിയോ? ഇതിന് മുന്നേ കൃത്യം ഡേറ്റ് നിങ്ങൾ ആലോചിക്കണം. ഇതിന് മുന്നേ ഇതേ സംഭവമല്ല, എൻ്റെ അക്കൗണ്ട് അണേബിൾ ടു ലോഗിൻ എന്ന് പറഞ്ഞൊരു സാധനമായിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതായത് 3 മാസം മുമ്പ് ഗ്യാങ് ഇവിടുന്ന് അടിച്ച് പിരിയുന്ന ദിവസമാണ്. അതിന് ശേഷം ഇതാവുന്നത് ഇവന്മാർ ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം. ഓക്കെ ഓക്കെ സോ വൈ ഡിഡ് ദേ ലെഫ്റ്റ്? ഓക്കെ, ആദ്യം മുതലേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് കേക്ക്. ഓക്കെ, അതായത് ഫേക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കുന്നതുകൊണ്ടിരിക്കുമല്ലോ നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് എന്നും ഫേക്ക് എന്നും പറയുന്ന. ഇത് ലൈവ് തീരുമ്പോഴേക്ക് മനസ്സിലാവണം. മൊത്തത്തിൽ കാര്യങ്ങൾ മാറും. ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളടാ, എനിക്ക് അറിയില്ലടാ. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലടാ. ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളടാ. ഇത് എവിടുന്ന് ഞാൻ തുടങ്ങണം? ഒരു കാര്യം ചെയ്യാം, ചാറ്റിൽ ആൾക്കാർ ഓരോന്ന് ചോദിക്കുക, അതിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ തുടങ്ങാം, അതാണ് നല്ലത്. അല്ലാണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഇനി സ്റ്റാർട്ടിങ് കിട്ടുമെന്ന് തോന്നുന്നില്ല. മനസ്സിലാവും, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ടിങ് കിട്ടൂല. ചാറ്റിൽ ഞാനൊരു കാര്യം പറയും, ഇന്നലെ ഷമീർ ചെയ്തൊരു സംഭവമുണ്ട്. ഇന്നലെ ഓനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം കറക്റ്റ് പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ട് പോയി. ചാറ്റിൽ ആൾക്കാർ പലതും ചോദിക്കുന്ന, അതിനൊന്നും ഒരു റിപ്ലൈയും ഇല്ല, അതൊന്നും കണ്ട ഭാവമില്ല. ഞാൻ പറയാം, ചാറ്റിൽ നിങ്ങൾ ഓരോ ആൾക്കാരായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ആദ്യം ചോദിക്കുന്ന കാര്യത്തിന് ആദ്യം ഉത്തരം. ഓക്കെ, സാലറി പ്രൂഫ്. ഓക്കെ, മമ്മു ഹൗസ്. ഓക്കെ, മമ്മൂൻ്റെ കയ്യിൽ തുടങ്ങാം. ഓക്കെ, മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാനിവന് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടായാലും ചെയ്തു കൊടുത്തിട്ടായാലും എത്രയോ പൈസ. എല്ലാത്തിൻ്റെയും പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഇതൊന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചു തരും. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല. ഓക്കെ, പിന്നെ ഓൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചോനെ ഞാൻ പൊട്ടനായിരുന്നു ഞാൻ. അതിൻ്റെ ഇടക്കാണ് 3 മാസം മുമ്പ് ഇവരെ ടീമിൻ്റെ ഓപ്പറേഷൻ ഞാൻ പിടിച്ചത്. ഓക്കെ, പ്രൂഫ് ആദ്യം കാണിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. വെറും ഒരു ഗൂഗിൾ പേയിലെ കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിനക്ക് വേറൊരു ഗൂഗിൾ പേ. എടാ ശരത്ത ഏതിൽ സ്ക്രീൻ ഷെയർ? ഓ
സ്ക്രീൻ ഷെയർ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ക്യാമറയിൽ കാണിക്കാം, അതാണ് നല്ലത്. ഗൂഗിൾ പേ തുറന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മമ്മുവിൻ്റെ ഒന്ന് ഫോക്കസ് ചെയ്യണേ. ശരത്തിനൊന്ന് വിളിച്ചേ. ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കായാലും എനിക്ക് ഒരു കുഴപ്പമില്ല മോനേതാ. മുഹമ്മദ് കെ, മമ്മൂൻ്റെ അക്കൗണ്ട് ആയത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഉണ്ട്. ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് പിന്നെ വേറെ ചേർത്തെ മറ്റേ ഫോണൊന്നും എടുത്തേ, അതിൻ്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്ന് നിൽക്കണേ. ഇതോ കണ്ടോ, ഇതൊരു ലോങ് ലൈവായിരിക്കും ഗൈസ്. അത്രയും സാധനങ്ങൾ കാണിക്കാനുണ്ട്, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ മമ്മൂൻ്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറയാം. ഒറിജിനൽ, അതായത് ഇത് ഐഫോണാണ്. ഐഫോണിൻ്റെ ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഓക്കെ, ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഇത് ഫുള്ള് കാണിച്ച് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. ഇതാ മമ്മൂൻ്റെ അക്കൗണ്ടാണ്. ഇത് ഫേക്ക് ആണെങ്കിൽ മമ്മൂൻ്റെ അത് കാണിച്ചാൽ ഇതാവുമല്ലോ. മമ്മൂൻ്റെ ഫോണ് തുറന്നിട്ട് ഇത് കാണിക്കട്ടെ. ഓക്കെ, ഇത് ഫേക്കാന്ന് പറയുന്നവരാണേ. ഇത് കണ്ടോ, ഇത് ഗൂഗിൾ പേ ഒറിജിനൽ. ആപ്പിൾ അങ്ങനെ ഇതാക്കാൻ പറ്റുമോ? ആപ്പിളിൽ ഫേക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. പറ്റുമോ? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം, കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറ്റേ, ഈ 3500 തെളിവുകൾ എനിക്ക് ഒരിക്കലും ഇന്ന് കാണിച്ചു തീർക്കാൻ പറ്റില്ല. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് ശരത്ത് വരും. ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സ്ട്രാ വേണ്ട സാധനങ്ങളുണ്ട്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടോ, കമൻസിൽ ഇവിടെ വെച്ച് ടൈപ്പ് ചെയ്തിട്ടോ, നാളെ ശരത്ത് ഒന്ന് കാണിക്കും. കാരണം ഇന്നത്തെ ഇതോടുകൂടി എനിക്ക് ഇതിൽ നിന്ന് ഒഴിയണം. ഓക്കെ, ഇവരുടെ ഈ ഡാർക്ക് സാധനങ്ങൾ, ഈ ഹൊറർ സ്റ്റോറി എനിക്ക് നിങ്ങളെ ഇതെല്ലാം ചെറിയ കേസാണ്. ഈ ഗൂഗിൾ പേയും ഇതെല്ലാം ചെറിയ, ഞാൻ സ്റ്റാർട്ട് ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നതാ. ഓക്കെ, അതാ ഈ ആപ്പിളിൽ എങ്ങനെയാണ് ഇത് ഫേക്ക് ചെയ്യാൻ പറ്റുക എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല കേട്ടോ. നിനക്ക് വാ, ഇത് വേറൊരു ഗൂഗിൾ പേ അക്കൗണ്ടാണ്. ഇതാ മുഹമ്മദ് കെ എന്ന് കാണാം. ഫോക്കസ് ഇതാ മമ്മൂൻ്റെ അക്കൗണ്ട്. ഈ നമ്പർ മമ്മൂൻ്റെ അല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇതിന് മുന്നേ ഉള്ള എൻ്റെ വേറെ നമ്പറുണ്ട്, എൻ്റെ ലീക്കായ നമ്പർ. ചില ആൾക്കാർക്ക് അറിയായിരിക്കും. ആ നമ്പറിലുള്ള ഗൂഗിൾ പേയിലും ഉണ്ടാവും. ഓക്കെ, ചെറുത് നോക്കണ്ട. ഇവർക്ക് പൈസക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ 25 ഇത് ഇടക്കിടക്ക് ഓരോന്നും ഇങ്ങനെ മിസ്സായി പോകും. എനിക്കറിയില്ല, ഇവർക്ക് പൈസക്ക് ആവശ്യം വരില്ല. മനസ്സിലായോ? സാലറി പോയിട്ട് എന്ത് സാലറിനേക്കാളും എത്ര ഇരട്ടിയാ ഇവർക്ക് കിട്ടുന്നതെന്നറിയോ? കയ്യിൽ ക്യാഷ് ആയിട്ടും ഈ ഗൂഗിൾ പേ ആയിട്ടും. I will show you everything on his account. Cut taxes now. അങ്ങനെ പറഞ്ഞാ അതാ കണ്ടല്ലോ. ഈ 2 അക്കൗണ്ടിൻ്റെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനിയും അക്കൗണ്ടുകളുണ്ട്. ഓക്കെ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നാളെ ശരത്ത് വന്ന് കാണിച്ചിട്ട് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. ഓക്കെ, ഫുള്ളി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നും മറച്ചു വെക്കാനില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെന്താ വേണ്ടത് പറ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാണ്ട് വേറെന്താ വേണ്ടതെന്ന് പറഞ്ഞോ. എടാ ഓൻ പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ച കള്ളാന്നത്.
ഈസ് ഇൻ ദിസ് ഓൾ ഫോർ യുവർ ഓൺ ഗുഡ്. എടാ എൻ്റെ ഗുഡിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാടാ അവരെ തീറ്റിപ്പോറ്റുന്നത്? അല്ലെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും നോക്കി ടാലൻ്റ് ഉള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എന്തെങ്കിലും കാര്യമുള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? ഇവനെ എടാ ഞാൻ എടുത്ത ആൾക്കാർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവരൊരിക്കലും ചതിക്കൂല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. മനസ്സിലായോ? ഇവരെല്ലാം വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഇവരിങ്ങനെ വിഷം കുത്തുത്ത എനിക്ക് അറിയില്ലല്ലോ. വെഡിങ്ങാ? ആര് വെഡിങ്ങാ? മനസ്സിലായില്ല. GF ഇല്ല, അതൊന്നും ഇപ്പം അതെടാ പേഴ്സണൽ ഇത്. ഷെമീർ ഇന്നലെ ഒരു വെറും തന്തയില്ലായ്മ ഇന്നലെ കാണിച്ചത്. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതെല്ലാം അതിലേക്ക് ഇതാക്കേണ്ടത്. ഓൻ അറിയാത്ത പോലെ ഫോണ് പെട്ടെന്ന് ഇതായിട്ട് ഗാലറിയിൽ നിന്ന് ഏതോ ഫോട്ടോ അറിയാണ്ട് കണ്ട പോലെ, അയ്യോ അറിയാണ്ട് കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഓൾ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചേക്കാം. എന്തിൻ്റെ ആവശ്യമുണ്ട്? അതിൻ്റെ എന്താ ആവശ്യമുള്ളത്? അടി ഇവർക്ക് പൈസയെ വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം ഓക്കെ ഇതൊക്കെ ഇവിടെ പ്രൂഫിൻ്റെ ഇനി പ്രൂഫ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചറ പറയാൻ കാണിച്ചില്ല. ഞാൻ ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അതായത് 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ഡാർക്കായിരിക്കും, ഒന്ന് പിടിച്ചിരുന്നോ. ഇത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആകാൻ പാടായിരിക്കും. ഓക്കെ, പക്ഷെ എല്ലാത്തിനും ക്ലിയർ കട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഓക്കെ, 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷെമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷെമീറിന് വന്നു. അന്ന് ഷെമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആവണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലാ? ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല് എല്ലാത്തിലും ഇവനെ കൊളാബ്. എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട്. ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷെമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഓൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കും. പക്ഷെ മോനെ, ഇത്രയും ഓനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് ഓൻ ചിന്തിച്ചില്ലെങ്കിൽ, ഷെമീറിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചില്ല. ഷെമീറിൻ്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷെമീറിലേക്ക് കിടക്കാം. ഷെമീറിൻ്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവനെ ഞാൻ റീച്ച് ആക്കിയതിന് ശേഷം ഇവന് ഗ്രീഡ് കയറി. ഇവന് എന്നെക്കാളും മുകളിലേക്ക്, എന്നെക്കാളും പൈസ ഉണ്ടാക്കണം, എന്നെക്കാളും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഇവൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, വാട്ട് അബൌട്ട് ഷഡ്ഡിയോ? എടാ ഓനെന്താ ഇന്നലെ പറഞ്ഞത്? ഷഡ്ഡി ഡാൻസ് ഞാൻ നിർബന്ധിച്ച് കളിപ്പിച്ചതെന്ന്. അല്ലേ, ഞാൻ നിർബന്ധിച്ച് ഷഡ്ഡി ഡാൻസ് കളിപ്പിച്ചതെന്ന്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പ്രൂഫ് വരുന്നുണ്ടല്ലോ. ഓൻ പറയുന്നതിന് എന്ത് പ്രൂഫാണ് ഉള്ളത്? ഓൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന് ഞാനിപ്പോൾ ഇത്രയും പ്രൂഫുകളായിട്ട് ഇട്ടിരിക്കുന്നത്. ഓൻ സംസാരിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രൂഫ് ആ ആഡ്സെൻസിന് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഓക്കെ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ, അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 മാസം മുമ്പ് ഞാൻ ഇവൻ 0-ൽ തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവന് ഭയങ്കര ഈഗോവും എക്സ്ട്രീം അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം. പണ്ട് മുതലേ എനിക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അല്ല അതിന് മുന്നേ ഒരു കാര്യം പറയാം. യൂട്യൂബ് ചാനലിൽ ഈ ലൈവിൻ്റെ എല്ലാം കാര്യത്തിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഈ ഷെമീറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 12 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ഈ 12 വർഷം മുന്നേ ചെറുപ്പത്തിൽ ഞാൻ, ഷെമീർ, ഫസൽ, മുനു, നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതിൽ ഷെമീർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നുമല്ല, നമ്മൾ എല്ലാവരും ഒരു 5-6 പേര് ഒരുമിച്ചൊരു കൂട്ടം. ഓക്കെ, ഞാൻ ഈ ലൈവിൽ വന്നിട്ട് മുനുവിനെ പോലും ഞാൻ സൈഡാക്കി നിർത്തിയിട്ട് ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉള്ളിലേക്ക് ഞാൻ ഇഞ്ചെക്ട് ചെയ്തു. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ കറക്റ്റ് പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഏതെങ്കിലും കയറി വന്ന് ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും അവനെ ഫോളോ ചെയ്യില്ല. അവൻ്റെ ബാക്കിൽ നിന്നേ പോകില്ല. അവനക്ക് വ്യൂസോ അവനക്ക് പൈസയോ അവനക്ക് റീച്ചോ കൂടില്ല. അതെനിക്ക് അറിയുന്നതുകൊണ്ട് ഓനെൻ്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്താണ്. ഓനൊരിക്കലും തെറ്റ് ചെയ്യില്ല, ഓനൊരിക്കലും ചതിക്കൂല. അത്രയും ബോണ്ടൊക്കെ ഫേക്ക് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് വ്യൂവർഷിപ്പ് ഞാൻ എത്തിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റാണ്. ഓക്കെ, അത് ഞാൻ ചെയ്ത തെറ്റാണ്. ഇവൻ പണ്ട് എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനൊരു പോക്ക് പോയി. ഇവന് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയപ്പോൾ, ആരൊക്കെ കിട്ടിയപ്പോൾ എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കഥകളുണ്ടാവും. ഒന്ന് പറഞ്ഞ കുറേ ലോങ്ങായിപ്പോൾ ഇവൻ പോയി. പിന്നെ ഇവൻ പൊങ്ങുന്നത്
ഞാൻ ഇതായിക്കതിന് ശേഷം, അതായത് ഞാൻ ഫേമസ് ആയതിനു ശേഷമാണ് ഇവൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും വരുന്നത്. ഓക്കെ, ഈ സാധനം ഒന്നും ഞാൻ ഷമീറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ചെറുപ്പം മുതൽ ഇതേവരെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന കൂട്ടുകാരെന്നാണ്. ഓക്കെ, അങ്ങനെയല്ല. ഇത് ഞാൻ പറയേണ്ട വരുന്നത് ഗൈസ്, ഈ ഷമീറിൻ്റെ ഫേസ് തുറന്ന് കാട്ടേണ്ടി വരുന്നത് ഇന്നലെ അവർ ചെയ്ത ആ പരിപാടിക്ക് വേണ്ടിയാണ്. ഓക്കെ, 3 മാസം മുമ്പ് ഇവരെ അത്രയും എൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ്, അത്രയും ഒരു ഹൊറിബിൾ ഒരു അനുഭവം എനിക്ക് തന്നിട്ട് പോയിട്ട് അതുവരെ ഞാൻ ക്ഷമിച്ചതാണ്. പക്ഷേ ഇന്നലെ വന്നിട്ട് പച്ചക്കള്ളങ്ങൾ ആ ലൈവ് മൊത്തം ഇരുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഫേമസ് ആയതിനു ശേഷം ഇവൻ തിരിച്ച് കയറി. ഇവൻ എൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഇവന് റീച്ച് ആവണം, ഇവന് പൈസ ഉണ്ടാക്കണം, ഇവന് ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. സ്റ്റിൽ സ്ക്രിപ്റ്റിംഗ് ടു സ്ക്രിപ്റ്റ്. ഓക്കെ, ഈ ഞാൻ പറയുന്ന ഈ ലൈവ് തീരുന്നവരെ സ്ക്രിപ്റ്റ് എന്നുള്ള കമൻറ്റ് എന്തായാലും വരും. അല്ല തീരുന്നവരെ ഉണ്ടാവില്ല കേട്ടോ. തീരുന്നവരെ സ്ക്രിപ്റ്റ് കുറച്ച് സമയം കഴിയുമ്പോൾ കാര്യങ്ങൾ മാറും. കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിടുമ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്നുള്ള വാക്കേ മാഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അവിടെ നിർത്തിയത്, ഇവൻ തിരിച്ചു വന്ന് ഇവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവൻ ബാക്കിൽ നിന്ന് പണി തുടങ്ങി. മനസ്സിലാവും? ആദ്യം തന്നെ ഇവൻ പറഞ്ഞ കളവിൽ നമുക്ക് തുടങ്ങാം. അതായത് ഇവൻ അത്രയും കാലം സ്ട്രീം ചെയ്ത് 3-4 ലക്ഷം രൂപ ഞാൻ എടുത്തു. ഓക്കെ, എൻ്റെ അക്കൗണ്ടിലേക്കാണ് 3-4 ലക്ഷം രൂപ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, 3-4 ലക്ഷം രൂപ ഇവൻ സ്ട്രീം ചെയ്യുന്നതിൻ്റെ പൈസ എൻ്റെ കയ്യിലാണ് വന്നുകൊണ്ടിരുന്നതെന്ന് ഓൻ പറഞ്ഞല്ലോ. അത് കളവാന്ന് ഇപ്പം തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ എല്ലാം ഇടുന്നത്, സ്ക്രിപ്റ്റ് ഇടുന്നത് ഇതാക്കുമോ? ക്ലിയർ ആയിട്ട് അത് നിങ്ങൾ കേട്ടാന്നല്ലോ. 4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാന്നല്ലോ, അല്ലേ? എന്നിട്ട് ഇവൻ കാണിക്കുകയും ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവൻ്റെ യൂട്യൂബായിട്ട് കണക്ട് ചെയ്തതിൻ്റെ എന്തോ ഒരു സാധനം പി സിയിൽ ഇവൻ കാണിക്കുകയും ചെയ്തു, അല്ലേ? ഇത്ര വരെ ഓക്കെ ആണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവൻ 0 എന്ന് യൂട്യൂബിൽ തുടങ്ങുന്നത് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്, ഇവന് ഭയങ്കര ഈഗോ ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, ഒരു 100Kൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള, എത്രയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 80K 90K എത്രയാണ് എനിക്ക് ഓർമ്മയില്ല, 100Kൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ സെക്കൻഡ് ചാനൽ പേര് മാറ്റിയിട്ട് ഞാൻ ഷമീറിന് കൊടുത്തു. അതിൽ എൻ്റെ അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്, അതിൽ എൻ്റെ ആഡ്സെൻസും എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഞാനിവന് കൊടുത്തു. ഓക്കെ, ഇവൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓൾറെഡി എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഒരു റവന്യൂ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ പ്രൂഫാണ്, ഇതൊക്കെ പ്രൂഫ് ഞാൻ ഇപ്പം കാണിക്കും. ഓക്കെ, അത് ഓൻ്റെ യൂട്യൂബ് എടുത്തിട്ട് ഓനോട് ലൈവിൽ പറയണം, നിൻ്റെ യൂട്യൂബ് എടുത്തിട്ട് ആ ഹിസ്റ്ററി കാണിക്കണം, നിൻ്റെ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണിക്കണം. നിങ്ങൾ ചോദിക്കണം ഗൈസ്, നിങ്ങൾ ചോദിക്കണം. അത്രയും പച്ച കള്ളം പറഞ്ഞിട്ട് എന്നെ അത്രയും എന്നെ കള്ളാനാ വിളിക്കുന്ന ആൾക്കാർ, മനസ്സിലാ? എന്നെ കള്ളാനാ വിളിക്കുന്നത്. ഇവൻ്റെ നക്കാപ്പിച്ച 30,000 മാസം യൂട്യൂബിൽ നിന്ന് വരുന്ന തീട്ട പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ചോദിക്കണം ഗൈസ്, ഇത് നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ഇതാ കേട്ടോ, ഇവൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ട് കണക്ട് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചുതരാം. ഇവൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര പേയ്മെൻറ്റ് വന്നു എന്നെല്ലാം കാണാൻ പറ്റും. അതിൽ ഇവൻ യൂട്യൂബ് ലൈവ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ സെക്കൻഡ് ചാനലിൽ വന്ന പേയ്മെൻ്റ് ആയ എത്ര $? കാണിച്ചുതരാം. അതിവൻ കൺവേർട്ട് ചെയ്തു, അത് ഡേറ്റ് കാണിച്ചില്ല. എന്തൊരു പച്ച കള്ളനാന്നാലോക്കെ. അത്രയും ദേഷ്യമുണ്ട് ഷമീറ. ഇന്നലെ നീ ചെയ്ത കാര്യം ഇല്ലടാ, ഇതാരും മൂഞ്ചിയാലും എനിക്കറിയണ്ട. ഇത് മൊത്തം ഞാൻ തുറന്നു കാട്ടും. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പാസ്വേഡ് അടിക്കണം. ഒറ്റ സെക്കൻഡ്. ഇത് സ്ക്രീൻ ഷെയർ ആവേണ്ടതാണ്. ലുക്ക് മീൻസ് മനസ്സിലായില്ല. ലുക്ക് മീൻസ് എന്ത് ലുക്ക്? മനസ്സിലായില്ല. എല്ലാവരും എന്ത് ലുക്ക് എന്ന് പറയുന്ന? മനസ്സിലായില്ല. എന്ത് ചാറ്റിൽ എല്ലാവരും ലുക്ക് എന്ന് പറയുന്നത്?
ഇതെന്താ ഈ ചാറ്റിൽ കള്ളെന്നും എൻ്റെ ചാറ്റിൽ കള്ളെന്നും കാണാത്ത? ഇതെന്താ ഇങ്ങനെ? ഇതെന്താ കള്ളൻ? ഇതിൽ കള്ളെന്നാ വരുന്നേ, ഇങ്ങനെ വരുന്നേ. പക്ഷെ എൻ്റെ ചാറ്റിൽ ഇങ്ങനെയുള്ളത് ലുക്ക് അതെന്താ ട്രാൻസ്ലേറ്റ് ഓഫ് ആക്കുന്നത്? ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് എങ്ങനെ ഓഫ് ആക്കുന്നത്? ട്രാൻസ്ലേറ്റ് എങ്ങനെ ഓഫ് ആക്കുന്നത്? സെക്കൻഡ്. ആരെങ്കിലും ഒന്ന് അറിയാമെന്ന് പറഞ്ഞാന്നേ, ഇതെങ്ങനെ മാറ്റുക? ഈ ചാറ്റിൽ കള്ളനോ? ഇതെല്ലാവരും കള്ളനെന്ന് പറയുന്നത്, അതിൽ ലുക്ക് എന്ന് വരുന്നത് അതിൻ്റെ ട്രാൻസ്ലേഷൻ ആണോ അത്? ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ഓഫ് ആക്കുക? വേറെ ബ്രൗസർ ഉണ്ടോ? ബ്രൗസറിൻ്റെ പ്രശ്നം. എഡ്ജിൽ നോക്കട്ടെ. $61K വാച്ചിങ്ങോ? ഇതിൽ ഈ ചാറ്റിൽ ഓക്കെ. ഒരു മിനിറ്റ്, ഇത് മതി. 61K വാച്ചിങ്ങോ? അപ്പോൾ ഇതിൽ റിയൽ ചാറ്റ് വരാൻ തുടങ്ങി. ഇതിൽ ഈ ചാറ്റിൽ ഓക്കെ. ഒരു മിനിറ്റ്, ഇതൊന്ന് ചെറുതാക്കിയിട്ട് പുറത്ത് വെക്കാം. കള്ളൻ ഫ്രോഡ് ഡ്രഗ്സ് ഓക്കെ. ഇത് എന്തായാലും ഞാൻ എൻ്റെ പണി ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഓരോ പ്രൂഫ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ അക്കൗണ്ട് പാസ്വേഡ്. ഓക്കെ, ഇതാണ് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, വൺ ഓഫ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതിൽ ഈ ഷമീറിൻ്റെ ഇത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെ ഷമീർ യൂട്യൂബിൽ അക്കൗണ്ട് കാണിച്ചല്ലോ, അതിൽ അക്കൗണ്ട് നമ്പർ നോക്കിയാൽ ഈ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, ഈ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ വന്നെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓൻ ലൈവ് ചെയ്ത 3-4 ലക്ഷം രൂപ എൻ്റെയിലേക്ക് വന്നെന്നാണ് ഓൻ പറഞ്ഞത്. ഓക്കെ, ഈ അക്കൗണ്ട്സ് ഇത് വേണമെങ്കിൽ നാളെ ശരത്ത് ലൈവ് ചെയ്യുമ്പോൾ താഴെ ഞാൻ പിൻ ചെയ്തിട്ട് വല്ല PDF ആയിട്ട് ഇപ്പം ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയാണ്. ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫയലോ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഡെപ്പോസിറ്റ്, ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന പൈസകൾ കാണിക്കാം. ഓക്കെ, ഓക്കെ, ഈ $486. ഓക്കെ, ഒരു $486, അതായത് 43,000 രൂപ ഒരു പ്രാവശ്യം. പിന്നെ ഞാൻ പറഞ്ഞുതരാം, 29,000. ഓക്കെ, ഈ 11,000 യൂട്യൂബിൻ്റെ അല്ല, മാസ്റ്റർ ക്ലാസ്. ഇത് സ്ട്രീമിങ്ങിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴ്സ് വാങ്ങിയിട്ട് തിരിച്ച് റീഫണ്ട് കിട്ടിയ പൈസയാണ്. ഓക്കെ, ഈ 10,000 വേറെന്താ UPI മുഹമ്മദോ, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് വേറെന്താന്ന് യൂട്യൂബിൻ്റെ വന്ന പൈസ ഇതിൽ അങ്ങനെ തന്നെ കാണിക്കും, ഡോളറായിട്ട് കാണിക്കും. ഓക്കെ, ഇതാ ഈ 29,000 ഇപ്പുറത്ത് USD 324 എന്ന് കാണാം. ഈ 43,000 വന്ന സ്ഥലത്ത് USD 486 എന്ന് കാണാം. ഓക്കെ, അതല്ലാണ്ട് ഈ 2 പൈസയാണ് എൻ്റെ ഇതിലേക്ക് വന്നത് അല്ലേ. ഇതാ ഇത്രയേ ഉള്ളൂ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഒരു അക്കൗണ്ടായത്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആർക്ക് വിവരാവകാശം വെച്ച് ആർക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റില്ലേ?
എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഫേക്ക് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. ഇത് ഫേക്ക് ചെയ്യാൻ പറ്റുമോ? ഒറ്റ സെക്കൻഡ്, എനിക്ക് ഒരു കോൾ എടുക്കാനുണ്ട്, അത്യാവശ്യ കോളാ. എടാ ഞാൻ ലൈവാ. ഹലോ ഹലോ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കനോട്ട് ബി മെയ്ഡ് ഫേക്ക്. അതെല്ലാം ക്രൈം അല്ലടാ. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഫേക്ക് ചെയ്തത് ക്രൈം അല്ല അത്. പറ എന്ത്? ഹലോ എന്താടാ? ആധാർ നീ ഒന്ന് ശരത്തിന് നമ്പർ ഉണ്ടോ? ഒന്ന് ശരത്തിന് വിളിക്കോ. അതെന്താടാ അക്കൗണ്ട് തിരിച്ചു കിട്ടോ? അതെന്തായാലും എടാ നീ അതൊന്ന് ഞാൻ ഒന്ന് സ്പീക്കർ ഇടാ, ഞാൻ ഒന്ന് പറയോ നീ, ഞാൻ ലൈവാ. പറഞ്ഞോ ഒന്ന്. പറഞ്ഞോ കേക്കാം എനിക്ക് കേക്കാം. അക്കൗണ്ട് ഇപ്പം ഒരുപാട് റിപ്പോർട്ടുകൾ വന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പം ഡിസേബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പം മാനുവൽ റിവ്യൂവിന് പോയിട്ടുണ്ട്. ഇൻ കേസ് അക്കൗണ്ടിന് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്കൗണ്ട് പെർമനന്റ്ലി നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആക്ടിവിറ്റീസ് ആരൊക്കെയാണോ കൂടെ നിന്നത് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മോനെ ഇത് കറക്റ്റ്. നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ ലാസ്റ്റ് ഇതെപ്പാ പോയതെന്ന്? ആ ടൈം ആലോചിച്ച് നോക്ക്. അതെ 3 മാസം മുമ്പ് കറക്റ്റ്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെയും ഇത് ചെയ്തത് ആരാന്നുള്ളത് ക്ലിയറാ. അതൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ കിട്ടാണ്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ലീഗൽ ആക്ഷൻ പോകാൻ പറ്റില്ലേ? ഓക്കെ ഗൈസ്, ഇത് യാസിർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പ്രോ ആണ്. ഇവൻ അധികം കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും. യാസിർ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുടെ ഇൻസ്റ്റാ ബാൻഡതും അൺബാൻഡതും കുറേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ എടാ ഓക്കെ ഞാൻ വിളിക്കാം. ഞാൻ ഇതൊന്ന് ഞാൻ പ്രഷറിലാ. ഓക്കെ വിളിക്കാം ഞാൻ. സ്ക്രിപ്റ്റ് എന്ന് പറയടാ. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് കരയും. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യും. ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെല്ലാം ആത്മഹത്യ ചെയ്താലും എനിക്ക് അറിയണ്ട. അത്രയും എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തു വിടും. ഞാൻ പുറത്ത് വിടണ്ടെന്ന് വിചാരിച്ച കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പുറത്തു വിടും. ഓക്കെ എനിക്ക് എൻ്റെ നിരവധി തെളിയിക്കാണ്ട് വേറെ വയ്യില്ല. ഓക്കെ ഈ ഞാൻ നിർത്തിയത് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലുള്ള 4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞത് എവിടെ? ആ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടാണെന്നല്ലോ ഇന്നലെ കാണിച്ചത്. ഇവൻ കാണിച്ചത് എൻ്റെ അക്കൗണ്ട് ആഡ് ചെയ്താന്നല്ലോ. അതേ അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് നമ്പർ അടിച്ചു നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ നമ്പർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കിയാൽ എങ്ങനെയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവർ ഇതിൽ വന്ന ഈ 46,000 രൂപ. ഓക്കെ 46,000 എത്രയത്? 40 ആ പൈസ 40 ചില്ലറ 1000 ഉറുപ്പ്യ എൻ്റെ അത് അതിന് ഓൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടാവും. അത് ഓൺ ലൈവ് ചെയ്ത ഡേറ്റ് ക്രോസ് ചെക്ക് ചെയ്താൽ അത് ക്ലിയർ ആവും. ഓക്കെ അത് ഓൻ്റെ ലൈവിൽ നിങ്ങൾ ചോദിക്കണം ഗൈസ്. അത് നിങ്ങൾ ചോദിക്കണം, ലൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കണം. ആ യൂട്യൂബ് അക്കൗണ്ട് എടുത്ത് യൂട്യൂബിൻ്റെ ആഡ്സെൻസ് അതിൻ്റെ പേയ്മെൻറ്റ് വന്ന ഹിസ്റ്ററിയോ നോക്കിയിട്ട് ഈ പൈസ ആരതിൽ ഓൺ ലൈവ് ചെയ്തതിൻ്റെ പൈസ ആണോ അതോ മുന്നേ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ടായ പൈസ ആണോ നിങ്ങൾ ചോദിക്കണം. ഇതാണ് എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ. പിന്നെ രണ്ടാമത് വന്ന് 29,000 രൂപ. ഇത് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഇവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ യൂട്യൂബ് കണക്ട് ചെയ്യുന്നതിന് മുന്നേ വന്ന ആ ഒരു ചെറിയ പേയ്മെൻറ്റ് 29,000 രൂപ. അത് മാത്രമാണ് എൻ്റെ ഇതിലേക്ക് വന്നത്. 29,000ത്തിൻ്റെ തൊലി. ഇത് ഇവൻ്റെ കയ്യിൽ ഞാൻ എറിഞ്ഞു കൊടുത്ത പൈസയാണ്. ഓക്കെ അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നതാണ്. മനസ്സിലായോ? അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്ന പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിക്കാത്തവന്മാരാ. മനസ്സിലായോ? 3 എണ്ണത്തിന് ഷമീർ മാത്രമല്ല, ഷമീറിനെ മാത്രം ഞാൻ ഒരിക്കലും ഇതാക്കൂല. 3 എണ്ണം പിശാചുക്കളാണ്. ഓക്കെ 3 എണ്ണത്തിൻ്റെയും റിയൽ കോണം ഞാൻ മൊത്തം ഈ ലൈവ് തീരുന്നതിന് മുമ്പ് കാണിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ അല്ല ഇത് തീരട്ടെ. ജാസി പി സി അതെല്ലാം പറഞ്ഞോ. ഇത് തീരട്ടെ. ഓക്കെ 4 ലക്ഷം രൂപ വന്ന് പറഞ്ഞെടുത്ത് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. എവിടെ വന്ന പൈസ? എവിടെ മോനെ? എവിടെ? ഓനോട് ഹിസ്റ്ററി കാണിക്കാൻ പറഞ്ഞു. ഇനി ലൈവ് ചെയ്യുമ്പോൾ ഹിസ്റ്ററി കാണിക്കാൻ പറഞ്ഞു. അതിലുണ്ടാവും. മനസ്സിലായോ? അതിന് ശേഷം ഓൻ്റെ എത്ര പൈസ വന്നെന്ന് എനിക്കറിയില്ല. ഓൻ്റെ ഒരു മാസം വന്ന പൈസ ഈ 30,000 രൂപ. എന്നിട്ട് ഈ ലക്ഷങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു മാസം ഓന്
അത്ര ഇതാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ബൂസ്റ്റ് കൊടുത്ത മാസമാണെന്ന് തോന്നുന്നു. ആ മാസമായിട്ടോ എനിക്ക് കുറേ ആൾക്കാർ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടായിട്ടോ 1 ലക്ഷം റുപ്യൻ്റെ അടുത്തായിട്ടോ ഇത് റവന്യൂ കയറി. അതിൻ്റെതെല്ലാം ആ പൈസ എല്ലാം ഓൻ്റെ കയ്യിലേക്ക് അക്കൗണ്ട് ഓൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് യൂട്യൂബ് അക്കൗണ്ട് കണക്ട് ചെയ്തതിന് ശേഷം ഓൻ്റെ കയ്യിലേക്കാണ് പോയത്. അതെല്ലാം എൻ്റെ പേരിലിട്ട് എന്നെ കള്ളനാക്കി. ഒരു കാര്യമില്ലാണ്ട് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവർ കള്ളനാന്ന്. ഇത് ആരാ കള്ളൻ ആരാ കളവ് അറിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതിലെന്താ ഞാൻ ഫേക്ക് ചെയ്തെന്നാ പറയുന്നത്? ഇതോ എടാ എന്താ കേസ് കൊടുക്കടാ. ബാങ്ക് അക്കൗണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫേക്ക് ചെയ്യുന്നത് കേസാ. ഞാൻ അങ്ങനത്തെ മണ്ടത്തിൽ ഇവിടെ വന്ന് ചെയ്യോ? അത് വിവരാവകാശം എന്തെങ്കിലും വെച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഓക്കെ, എന്തിനും ഞാൻ റെഡിയാ. എന്ത് സാധനം തുറന്നു കാണിക്കാൻ ഞാൻ റെഡിയാ. ഇവിടെ മൊത്തം ഓപ്പണാണ് കേസ്, മൊത്തം ഓപ്പണാണ്. ഒരു പേടി എനിക്ക്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഒരു പേടി ഈ കാര്യത്തിലില്ല. എനിക്ക് എൻ്റെ വിഷമം എന്താ പറയുക, ഞാൻ ഈ തപ്പി തടയുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ, ഇത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാൻ എനിക്ക് പേടിയുണ്ട്. കാരണം ഇവരെ ജീവിതം പോകും. പക്ഷെ അത് പറയാണ്ട് എനിക്ക് ഇത് ഇതാക്കാനും കഴിയില്ല, ഇത് തീർക്കാനും കഴിയില്ല. മനസ്സിലായോ? കാരണം ഇവിടുന്ന് 3 മാസം മുമ്പ് ഇവിടുന്ന് തെറ്റാനുള്ള കാരണം ഇത് നിങ്ങൾ അറിയണം ഗൈസ്. ഇത് നിങ്ങൾ അറിയണം. എല്ലാവരും അത്രയും പൊന്നുപോലെ, എൻ്റെ അനിയന്മാരെ പോലെയല്ല, എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത്. ഇവരെല്ലാം ജീവിതത്തിൽ ജയിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. മനസ്സിലായോ? പൊന്നുപോലെ ഞാൻ നോക്കിയത് എല്ലാവരെയും. പൈസക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് നടക്കുന്നത് ബ്ലാക്ക് മെയിലാണ്, പക്ക ബ്ലാക്ക് മെയിൽ. മനസ്സിലായോ? ഇന്നലെ ഇട്ട വീഡിയോ അടക്കം ഓൻ പറയുന്നുണ്ട് 20% ഞാൻ പുറത്തോട്ടില്ല. ഓൻ പറയാനുള്ളത് ഓൻ്റെ മാക്സിമം കളവിൻ്റെ എക്സ്ട്രീം എത്ര പറയണ്ട അത് മൊത്തം പറഞ്ഞു തരും. മനസ്സിലായോ? എന്നിട്ട് 20% അതിൽ തന്നെ മനസ്സിലായിക്കൂടെ. ഇനി നാളെ ഈ വീഡിയോ വേണ്ടി ഞാൻ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കി പറയണമെന്ന് വെച്ചിട്ട് ഞാൻ പോയി നെഗോഷിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പറയും 20% ഇതാക്കിയിട്ട് ബാക്കി 80% ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യല്ലോ. ഞാൻ ഒരു കാര്യം പറയില്ല, തീവ്രവാദികളുമായിട്ടും ചതിയന്മാരുമായിട്ടും നെഗോസിയേഷൻ ഇല്ല മോനെ. ചതി കൂടെ നിന്ന് ചതിക്കാൻ, ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റും. നമുക്ക് അന്നോ നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലെങ്കിലും മറക്കാൻ പറ്റും. കൂടെ ചങ്ക് പോലെ നിന്നവൻ ചതിച്ചാണ്ടല്ലോ മോനെ, ഒരിക്കലും അത് പുറത്തു കൊടുക്കാൻ കഴിയില്ല മോനെ. ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. കേട്ടോ കാര്യങ്ങൾ കേട്ടോ. ഇവൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് കേസ്. എൻ്റെ പ്രൂഫ് ഞാൻ കാണിക്കും. എൻ്റെ പ്രൂഫ് ഞാൻ എന്താ പ്രൂഫില്ലാത്ത കാര്യമല്ല ഇത്. ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങുന്ന കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഇവൻ വെറുതെ പറയുന്നത് വിചാരിക്കരുത്. ഇത് കഴിഞ്ഞപാട് ഞാൻ പ്രൂഫ് കാണിക്കും. ഇവർ 3 പേരും ഇവിടുന്ന് പോകാൻ കാരണം, ഇവർ 3 പേരല്ല, ഇവർ 4-5 പേരുണ്ട്. അഖിലിനടക്കം ഇവിടുത്തെ എഡിറ്ററിനടക്കം അവർ പൈസ കിട്ടും എന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്താൽ, നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷം ആണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അമ്മമാർക്കുണ്ട്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അതിലും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടടാ, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാടാ. നിന്നൊന്നും പോലെ ബ്ലാക്ക് മെയിൽ. എടാ നീ എന്താടാ പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് എന്താ അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദില്, ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞാൻ ഓനെ അബ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നാളെ ഇറക്കൂന്നാ പറയുന്നത്. ഇതുവരെ അത് ഇറക്കിയില്ല, അത് ഇറക്കൂന്നാ പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് അവർക്ക് ജാസി ഇന്നലെ പറഞ്ഞിട്ടില്ല, ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ മോനെ, ജീവിതത്തിൽ നീ ഒന്ന് മരിക്കുന്നവർ ഒന്നെങ്കിൽ നീ എല്ലാം തൂങ്ങിച്ചാവണം. ഓക്കെ, ഞാൻ ഒന്നും ചെയ്യൂല. കാരണം ഇത്രയും പ്രശ്നം ഇതായത് എനിക്ക് നിങ്ങളെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മതിയല്ല, ഇങ്ങനെ എനിക്ക് ചെയ്യാം. മനസ്സിലാവും? ഞാൻ ചെയ്യൂല. കാരണം ഇപ്പം ഞാൻ ഞാനാ ചെയ്തതെന്നുള്ളതിലേക്ക് തന്നെ വരും. ഞാനൊന്നും ചെയ്യൂല. മുത്തെ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മുത്തെ കിട്ടും എനിക്കെല്ലാം. നീയെല്ലാം തീരും. ഞാൻ പറഞ്ഞത് കർമ്മയൊന്നും വേണ്ട, ഈ ലൈവ് തീരുന്നതിനുള്ളിൽ നീയെല്ലാം തീരും. മനസ്സിലാവും? അമ്മാതിരി പണിയാ ചെയ്തത് നീയല്ലോ. മനസ്സിലാവും? അതായത് ഞാൻ എൻ്റെ മക്കളെ പോലെ കണ്ട ആൾക്കാർ എന്നെ നെഗോഷിയേറ്റ് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ആദിലിനെ വെച്ച് കേസ് പോക്സോ കേസ്, ആദിൽ 18 വയസ്സായിട്ടില്ലല്ലോ, കേസ് സ്ട്രോങ് ആണല്ലോ. മമ്മൂനെ വെച്ച് ചെയ്ത് അത്ര ഇത് ഇമ്പാക്റ്റ് കിട്ടൂല, ചിലപ്പം കേസ് ഇതായി പോവും. ആദിൽ 18 വയസ്സായിട്ടുള്ള പോക്സോ അല്ലേ, പോക്സോ കേസിൽ നിന്നെ പെടുത്തും. പൈസയാണ് വേണ്ടത് ഇവർക്ക്, പൈസ വേണം ഇവർക്ക്. പൈസക്ക് വേണ്ടിയിട്ട് ഇപ്പം ചെയ്യുന്ന എന്താ? പൈസ കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ ഇപ്പം ചെയ്യുന്ന എന്താ?
ഇപ്പം റീച്ചിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറ്റേ, ഇവൻ പറയാനുള്ള കാര്യങ്ങൾ ഇവൻ എന്തിനാ കിക്കിൽ പോയിട്ട് പറഞ്ഞേ? ഇവന് യൂട്യൂബിൽ പറഞ്ഞൂടെ? കിക്കിൽ ലൈവ് ഇട്ടിട്ട് എന്തിനാ പറഞ്ഞേ? കിക്കിലെ പേയ്മെൻറ്റ്സ് അറിയോ നിങ്ങൾക്ക്? അല്ല, ഞാനൊരു കാര്യം പറ്റേ, ഈ 3 മാസം മുമ്പ് ഇവിടുന്ന് അടിച്ച് പിരിഞ്ഞ് ഞാനുമായിട്ട് അത്രയും ദേഷ്യത്തിലുള്ള ആൾക്കാരാണല്ലോ ഇവർ. എന്നെ കണ്ടുകൂടാത്ത ആൾക്കാരാണല്ലോ ഇവർ. ഇവർ ഒരാഴ്ച മുമ്പ് എനിക്ക് അയച്ച ഓടിയാണ്. ഓക്കെ, ഒരാഴ്ച മുന്നേ ഷമീർ അയച്ച ഓടിയാണ്. ഷമീർ ഓക്കെ, നിയാതെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ 2-3 ദിവസമായി കിക്കിൽ ലൈവ് ചെയ്യുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. ലൈവിൽ ഒരു 2 മണിക്കൂർ ലൈവ് ചെയ്താ ഈ കിക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ, ഒരാൾക്ക് കിട്ടാൻ പോകുന്ന പൈസ 25,000 ഉറുപ്പ്യാണ് 2 മണിക്കൂറിൽ. അത് 4-5 മണിക്കൂർ കൂടുമ്പം 30,000-35,000 ഉറുപ്പ്യ കിട്ടും. 2K വാച്ചിങ്ങില്ല എന്ന് ഞാൻ പറയുന്നത് ആലോചിക്കണം. അപ്പോൾ ഒരു മാസം 2K വാച്ചിങ്ങിൽ 3-4 മണിക്കൂർ ലൈവ് ചെയ്താൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ 30-35 ലക്ഷം ഉറുപ്പ്യാണ് ഒരു മാസം. മനസ്സിലായോ? എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ ഓക്കെ, സ്ക്രിപ്റ്റും എയും ഈ ലൈവ് തീരുന്നവരെ വന്നോട്ടെ. ഇതെങ്ങനെയാടാ ആകുന്നത്? വെച്ച് അങ്ങനെ ഇവൻ്റെ സൗണ്ട് ഓക്കെ, ഇവൻ്റെ സൗണ്ടല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ട്, ഇപ്പം ഞാൻ പറയുന്നില്ല. അതും കൂടി കാണുമ്പോൾ അതും എന്ന് പറയണം കേട്ടോ, അതും എന്ന് തന്നെ പറയണം. ഓക്കെ, ഒരു ബോംബ് എനിക്ക് ഇടാനുണ്ട്, അതും എന്ന് തന്നെ പറയണം. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇവിടെ നടന്ന ഈ ഗാങ് മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇപ്പം ഷമീർ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താന്ന്, ഓൻ്റെ എൻ്റെ അത്രയും പ്രിയപ്പെട്ടവനാന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ? ഷമീറിനെ കയറ്റി കൊണ്ടുവരാൻ. ഏതെങ്കിലും ഒരുത്തനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഓന് റീച്ച് കയറൂല. അതേപോലെ തന്നെ ആദിൽ ഏതെങ്കിലും ഒരുത്തനാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഓന് റീച്ച് കയറില്ല. എൻ്റെ അനിയനാന്ന് എനിക്ക് പറയണം. അതായിരുന്നു നമ്മളെ സ്ക്രിപ്റ്റ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് പ്ലാൻ ചെയ്തതാ. അപ്പം ഓൻ എൻ്റെ അനിയനാന്ന് പറയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡിസ്റ്റൻറ്റ് കസിനാ. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അന്നത്തെ ഓൻ ആദ്യമായിട്ട് ലൈവിൽ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഡിസ്റ്റൻറ്റ് കസിനാന്ന് ആദിൽ ഞാൻ പറഞ്ഞു. ഓൻ്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചു. ഓൻ്റെ ഉമ്മയെല്ലായിട്ട് ഞാൻ നല്ല അടുപ്പത്തിലായിരുന്നു ആ സമയത്ത്. ഓക്കെ, അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല. ആ സമയത്ത് ഞാൻ അവൻ്റെ ഉമ്മാനോട് ചോദിച്ചു, ഇവനെ ഞാൻ ഇവിടെ എൻ്റെ ഒന്നിച്ച് നിർത്തിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചാൽ ഞാൻ എൻ്റെ കസിനാന്ന് പറഞ്ഞോട്ടെ ചോദിച്ചു. പറഞ്ഞോന്ന് പറഞ്ഞു. കാരണം 18 വയസ്സായിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഇഷ്യൂ, ലീഗൽ ഇഷ്യൂ ഏതോ വന്നില്ലെങ്കിൽ ലോക്കൽ ഗാർഡിയൻ എന്നുള്ള ലെവലിൽ എനിക്ക് അവനെ നോക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ കസിനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എൻ്റെ കസിനാന്ന് പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് അത്രയും ഫോളോവേഴ്സ് കയറിയത്, അല്ലെങ്കിൽ ആൾക്കാർ അത്രയും കയറിയത് അല്ലേ? ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഓരോ കാര്യങ്ങളും അവരവരെ ആവശ്യത്തിന്, അവരവരുടെ റീച്ചിന്, അവരവരെ കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പം അസ്പാക്കിൻ്റെ കാര്യം, അസ്പാക്ക് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളാണ്. എടാ അസ്പാക്കല്ല എപ്പോൾ വന്നതെന്നറിയോ? അസ്പാക്കിൻ്റെ എല്ലാം കേസ് അതെല്ലാം ലാസ്റ്റ് പറയാം. അസ്പാക്കിൻ്റെ എല്ലാം കേസ് പറയാൻ തുടങ്ങിയാണ്ടല്ല, എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഓരോ സ്ക്രിപ്റ്റാക്കി, ഇവനിക്കിത് എന്നെല്ലാം പറഞ്ഞതാക്കിയിട്ട് ലാസ്റ്റ് എല്ലാം ആയപ്പോൾ സ്ക്രീൻ ഷെയർ എന്താ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടത്? ഷമീർ, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം, ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. Monday 25 May. ഓക്കെ, Monday 25 May ഇവൻ അയച്ച ഓഡിയോ ഓനത് ഡിലീറ്റ് ഫോർ എവരി വൺ ഓൻ അടിച്ച്. ഓക്കെ, ഡിലീറ്റ് ഫോർ എവരി വൺ 25 May ഇവൻ അയച്ച ഓഡിയോ ആണത്. ഓക്കെ, ഇതിന് ശേഷമുള്ള ഒരാഴ്ച മുമ്പുള്ള സാധനമെല്ലാം ഉണ്ട്. ഓക്കെ, ഒരാഴ്ച മമ്മൂൻ്റെ വോയിസ് എല്ലാം ഉണ്ട്. ഓക്കെ, 25 May ഇവൻ അയച്ച ഓഡിയോ ഇവൻ ഡിലീറ്റ് ചെയ്ത്. അത് ഞാൻ ഓൾറെഡി ഫോർവേഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഫോർവേഡ് ചെയ്ത് ഇട്ടിട്ടുള്ള സാധനമായിരുന്നു ഇത്. നിയാതെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ 2-3 ദിവസമായി 6 മിനിറ്റിന്റെ മൊത്തം ഓടിയായിരുന്നു. അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവൻ കിക്കിന്റെ റവന്യൂ എന്നോട് എന്തിനു പറയണം? അത് കാണിക്കാൻ വേണ്ടി കറക്റ്റ് ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടാ. ഇങ്ങനത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിലുള്ള ഞാൻ പറഞ്ഞില്ലേ 3152 ഓഡിയോസ് ഉണ്ട്. ഓക്കെ, ഈ ഓഡിയോസ് മൊത്തം ഞാൻ കേൾപ്പിച്ച് തരുമ്പോഴേക്ക് മണിക്കൂറുകളും ദിവസങ്ങളും എടുക്കും. അതുകൊണ്ട് ആവശ്യമുള്ളത് കറക്റ്റ് സമയത്ത് കട്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഓഡിയോസും വീഡിയോസും ഇനി വരാനുണ്ട്. ഓക്കെ, സൗണ്ടോ ഷമീറിൻ്റെ സൗണ്ട് ഓക്കെ. അപ്പോൾ ഫുൾ ഓഡിയോ കേട്ടാലോ? നമുക്ക് ഫുൾ ഓഡിയോ കേട്ടാലോ ഗൈസ്? ഇത് ആരൊക്കെ നമ്പറാ ലീക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഞാൻ തുറക്കുമ്പോൾ
റിയൽ ആറ് മിനിറ്റിന്റെ റിയൽ ഓഡിയോ ഞാൻ യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്തിടാൻ പറ്റും. ഇതിൽ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടതാ. നീയാതെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ 2-3 ദിവസമായി കിക്കിൽ ലൈവ് ചെയ്യുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. ലൈവിൽ ഒരു 2 മണിക്കൂർ ലൈവ് ചെയ്താ ഇത് കണ്ടോ 26 മെയ്, അതായത് 25 മെയ്ക്ക് ഓന മെസ്സേജ് അയച്ച് അന്ന് രാത്രി എന്നെ 12 മണി കഴിഞ്ഞപ്പോൾ എങ്ങാനും ഞാൻ ഫോർവേഡ് ചെയ്തിട്ടതാ. യു എന്ന് പറഞ്ഞിട്ട് എൻ്റെയിലേക്ക് തന്നെ ഫോർവേഡ് ചെയ്തിട്ടതാ. ഓക്കെ, ഈ കിക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞതിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ, ഒരാൾക്ക് കിട്ടാൻ പോകുന്ന പൈസ 25,000 ഉറുപ്പ്യാണ് 2 മണിക്കൂറിൽ. അത് 4 ഓൾഡ് വോയിസോ? ഇവൻ കിക്കിൽ എപ്പോൾ ചെയ്യാൻ തുടങ്ങി ആലോചിക്ക്. ഇവൻ എപ്പോൾ കിക്കിൽ ഡേറ്റ് എല്ലാം ഒന്ന് ആലോചിക്കും മോനെ, ഡേറ്റ് എല്ലാം ഒന്ന് ആലോചിക്ക്. ഫോർവേഡ് ടുഡേ, അതായത് കട്ട് ചെയ്തിട്ട് ഇന്ന് ഫോർവേഡ് ചെയ്തു. അതായത് 26 മെയ്ക്ക് ഇതാ, ഇത് നോക്കിതാ, ഇതാണ് ആ വോയിസ്. 26 മെയ്ക്ക് ഫോർവേഡ് ചെയ്ത സാധനം ഇന്ന് എനിക്ക് ഇതിന് കറക്റ്റ് ആവശ്യമുള്ള സാധനം കട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ കട്ട് ചെയ്ത സാധനം ഫോർവേഡ് ചെയ്തിട്ടു. ഓക്കെ, ഇത് ഈ ഫുൾ ഓഡിയോ കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവന്റെ ഇത് ഞാൻ ഇതിൽ പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് ഇവൻ തന്നെ എന്നോട് ഇത്രയും പ്രശ്നമുള്ള ആള് എന്തിനാണ് എന്നോട് സെന്റിമെന്റലായിട്ട് സംസാരിക്കുന്നത്, തിരിച്ച് എൻ്റെയിലേക്ക് കയറാനും. ഇവര് പല രീതി നോക്കി. എടാ നെഗോഷിയേറ്റ് ചെയ്ത് എൻ്റെ നിന്ന് പൈസ കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ എല്ലാം മറന്നിട്ട് ഞാൻ തിരിച്ച് ഇവരെ കൂടെ ആവണം, പഴയ പോലെ ആവണം. ഞാനുള്ള കാര്യം പറയാം, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്. പക്ഷെ നീ സത്യം മനസ്സിലാക്കും, നിന്നെ വിറ്റ് പ്ലേ ചെയ്യണം. ഞാൻ ഇതിൽ ഫുള്ളായിട്ട് കേൾപ്പിച്ചതിന് ഇവൻ കള്ളു കുടിച്ചതും ഇവന്റെ കഞ്ചാവും ഇതുമെല്ലാം മൊത്തം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് വലിച്ച് കീറിയാലോട്ടെ. മൊത്തത്തിൽ ഇവൻ ആത്മഹത്യ കേട്ടറാ അല്ല, മൊത്തം ഇവന്റെ എല്ലാം അങ്ങ് പുറത്താക്കട്ടെ കഴിച്ച്, ഞാന് എല്ലാം അങ്ങ് പുറത്താക്കട്ടെ, തീർക്കട്ടെ ഞാൻ 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ നീയായിട്ടുള്ള ഇഷ്യൂ വന്നിട്ടുള്ള. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും അമർച്ചമുണ്ട്. ഓക്കെ, 3 മാസം ഫേക്ക് കാണിച്ചരാടാ നാറി, എല്ലാം ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാം. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവര് എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. എടാ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. എടാ ഇന്നലെ മിഞ്ഞാന്ന് ഓൻ്റെ ലൈവ് കാണുമ്പോൾ ഞാൻ ഒരു ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും, അല്ലേ, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇതിന് തയ്യാറാവില്ല. ഓക്കെ, ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറ. ഞാനിത് ഓപ്പൺ ചാലഞ്ച് വിളിക്കാം. ഡ്രഗ് ടെസ്റ്റിന് ഓപ്പണായിട്ട് മുന്നിൽ വാ. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എനിക്ക് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിങ്ങും എടുക്കുന്നതാണ്. പല ബിസിനസ് മീറ്റിങ്ങിനും പോകുമ്പോൾ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ മാറി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ഞാൻ കുറേ പ്രാവശ്യം ഇഗ്നോർ ചെയ്തു, പക്ഷേ ഇടയ്ക്ക് എനിക്ക് കുടിക്കേണ്ട വന്നു. ശരിയാണ്, ഒരു തുള്ളി കുറച്ച് എനിക്ക് കുടിക്കേണ്ട വന്നു ഇടയ്ക്ക്. ഓക്കെ, അതും ഞാൻ അങ്ങനെ കുടിയാനോ അങ്ങനെ ഇരുന്ന് കുടി അങ്ങനെയൊന്നും അല്ല. ഓക്കെ, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം ഞാൻ പറഞ്ഞു നോക്കാം, അതിലെന്തായാലും ആൽക്കഹോൾ ഉണ്ടാവും. അതല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാവില്ല മോനെ. ഷമീറിൻ്റെ മോനെ, ഷമീറിൻ്റെ ആടുള്ള എല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ പറ. എന്നിട്ട് അതിൽ ഡ്രഗിൻ്റെ അംശം ഇല്ലെങ്കിൽ ഞാനിത് നിർത്തിയിട്ട് പോകും. ഞാൻ കള്ളൻ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, വീഡിയോ കാണിക്കാം. ഞാൻ പറയുന്നത് ചാവട്ടെ, എല്ലാ എണ്ണവും ചാവട്ടെ.
ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവന്മാര് ഇത് എപ്പെങ്കിലും പുറത്ത് വിടേണ്ട വന്നു കഴിഞ്ഞാൽ ഇവന്മാര് ഏത് ഫോൾഡറിലാ മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, സാമാനവും ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ, കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്ത് വെച്ചതാണ്. ഇതാരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അല്ലല്ല, ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓമെന്ന് പറയട്ടെ, ഇത് ഞാനല്ല, ആ ബ്ലർ ചെയ്ത് വേറെ ആയിരുന്നു മുഖം പറയട്ടെ. അപ്പം ഞാൻ മുഖം ബ്ലറില്ലാത്ത ഞാൻ ഇതാക്കാം. അതാരായിരിക്കും? ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ഞാൻ ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നയാടാ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ, ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. അതിൻ്റെ ബാക്കി ഒരു സാധനം ഉണ്ട് മോനെ, അതിൻ്റെ ബാക്കി ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഇവിടെ കാണിച്ച മതിയോ? ബ്ലർ മതിയോ അതോ ബ്ലർ ഇല്ലാത്തതാണോ? ഇവിടെ ബ്ലർ ചെയ്തത്, ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ കാണാൻ പറ്റും. ബ്ലർ ചെയ്തത്, ഇത് ബ്ലർ ചെയ്യാത്തത്. ഇതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അവൻ്റെ മുഖം ഞങ്ങൾക്ക് കാണാം. ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിൻ്റെ ബാക്കി എന്താ അറിയോ, മമ്മു ബ്ലോ ചെയ്യുക ഇവൻ മമ്മുനെ കൊണ്ട് ഇവനെ ബ്ലോ ചെയ്യിപ്പിക്കുക. ഇവിടെ 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാണ്. ഓക്കെ, അതിന് ശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ മെൻ്റൽ ട്രോമ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി, എൻ്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എൻ്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാ എണ്ണവും ഒരുമിച്ച് വിഷം കുത്തിയതാ. മനസ്സിലാ? ഓക്കെ, ഇല്ല, ബ്ലർ ചെയ്യാത്ത ഫയൽ ഇപ്പം കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാളെ ശരത്ത് ലൈവ് ചെയ്യും. ഷമീർ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമല്ലോ. ഓൻ പറയട്ടെ, ഇത് ഓനല്ല എന്ന് ഓൻ പറയട്ടെ. ഇതിൽ മമ്മൂനെ കൊണ്ട് ഓൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പറയട്ടെ. മമ്മൂനെ സെക്സ്വൽ അബ്യൂസ് ചെയ്തിട്ടില്ല ഈ വീഡിയോയിൽ ഓനല്ല എന്ന് ഓൻ പറയട്ടെ. ഇതിൻ്റെ ബ്ലർ അല്ലാത്ത വേർഷൻ പുറത്ത് വിടും. ഞാൻ ശരത്തിന് ഞാൻ കൊടുക്കും. ഓക്കെ, എന്തേലും ആവട്ടെ, ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ, വാട്ടവർ, ഞാൻ നോക്കേണ്ട കാര്യമില്ല ഒന്നും. അത്രയും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാ? ഈ 3 മാസക്കാലം ഞാൻ എങ്ങനെ ജീവിച്ചെന്നറിയടാ. എനിക്ക് കുറേ സാധനങ്ങൾ കേൾപ്പിക്കാണ്ട് പോനെ, പ്രൂഫുകൾ എനിക്ക് സംസാരിക്കാൻ വയ്യ. ഞാനേ ഇവൻ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു, ഒരു പ്രൂഫ് പോലും ഇല്ലാണ്ട് 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കല്ലേ ചെയ്തത്. അല്ല, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ പ്രൂഫുകൾ മാത്രം ഇങ്ങനെ ഇട്ട് നിരത്താം, അതാണ് നല്ലത്. ഓക്കെ, വേറൊരു കാര്യം, ഇത് അവന്മാർക്ക് അറിയില്ല. ഓക്കെ, അതിലൊരുത്തൻ്റെ ഫോണ് നൈസായിട്ട് അതിൻ്റെ ഫോണിലുള്ള എല്ലാ കോൾ റെക്കോർഡ്, ആർക്കെല്ലാം കോൾ ചെയ്തിട്ടുണ്ട് എല്ലാ കോൾ റെക്കോർഡും ഞാൻ പൊക്കി. ഓക്കെ, 3000 ചില്ലറ കോൾ റെക്കോർഡും ഒരുപാട് വീഡിയോസും. എടാ നെറ്റ് പോയാ? ഇല്ല, ഫോണിൽ മാത്രമേ പോയിട്ടുള്ളൂ അല്ലേ. 3000 ചില്ലറ കോൾ റെക്കോർഡ്, കുറേ വാട്സപ്പ് ഓഡിയോ, ഇതെല്ലാം ഓഡിയോ റെക്കോർഡ്സ് തന്നെ 3152 മൊത്തം ഉള്ളത്. കണക്കെടുത്ത് നോക്കിയപ്പോൾ കുറേ വീഡിയോസ്, ഫോട്ടോസ്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഓക്കെ, ആണെങ്കിൽ എല്ലാം ഗൈസ് ഇത് ആണെങ്കിൽ മോനെ, ഇത് ആണെങ്കിൽ ഞാൻ ഒരാൾക്കെതിരെ ഇല്ലാത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഇതെന്ത് വലിയ ക്രൈമാണെന്നറിയാം മോനെ, മോനെ. നാളെ ഞാൻ ജയിലില്ല ഇത് ആണെങ്കിൽ, കേട്ടാ. നാളെ ബ്ലറില്ലാത്ത വേർഷൻ ആണെങ്കിൽ ഞാൻ പുറത്തു വിടും. ഓൻ പറയട്ടെ, അത് ഓനല്ലാന്ന് ഓൻ പറയട്ടെ, അപ്പോൾ ഞാൻ പുറത്തു വിടും. ഓക്കെ, ഹൂ ഷൂട്ട് ദാറ്റ് ഫുട്ടേജ് അത് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ കറക്റ്റ് കട്ട് ചെയ്യാൻ വേറൊരു കാരണമുണ്ട്. അതിൽ ഈ ഷൂട്ട് ചെയ്ത ആളെ മുഖം കാണുന്നുണ്ട്, അത് ഒരിക്കലും വരരുത്. അയാൾ ഉള്ളതുകൊണ്ട് മാത്രം എനിക്കിത് കിട്ടിയതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇത് ഒരിക്കലും അറിയൂല. മനസ്സിലായോ? ഇത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇവിടെ പ്രശ്നം വന്നത്. മനസ്സിലായോ? അതിൻ്റെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. മനസ്സിലായോ ബ്രോ? വീഡിയോ ഇങ്ങനെ അൺബ്ലർഡ് വേർഷൻ കാണിക്കില്ല ബ്രോ. അല്ല, അങ്ങനത്തെ ഒന്നും ഇല്ലടാ. എല്ലാം ഡ്രഗ് എവിഡൻസ്. ഓക്കെ, എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്മാരെ കോൾ റെക്കോർഡ് ആയത്. ഓക്കെ, കോൾ റെക്കോർഡ് മമ്മും ജാസിയും തമ്മിലുള്ള കോളാണ്. ഓല എന്താന്ന് അറിയാലോ?
ഓല എന്തിനുള്ള കോഡ് വേർഡാന്ന് നിങ്ങൾക്കറിയാലോ. എന്തായാലും കൂടുതൽ പേർക്കും അറിയായിരിക്കും അല്ലേ അല്ലേ? ഓലെടുക്കാൻ വേണ്ടിട്ട് 3500 അയച്ചു കൊടുത്തേ. ഇത്രയും പൈസ ഉണ്ടോ? നല്ല സാധനമാണല്ലോ. പൈസ കൂടിയത് നല്ല സാധനമായോണ്ടാ. എന്നാ ശരി എന്നാല് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ഇങ്ങനെ തരണേ. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് തരണേ. ഗ്രൂപ്പിൽ എന്താ അപ്ഡേറ്റ്? പ്ലാന് എന്നെ കൊല്ലാനുള്ള പ്ലാന്. ഞാൻ ഉറങ്ങുമ്പോൾ വിഷം തന്നിട്ട് എന്നെ കൊല്ലാനുള്ള പ്ലാനടാ. ഇത്രയും നോക്കി ഇതാക്കി വളർത്തിയിട്ട് തന്തയില്ലാത്തവന്മാർ പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കാത്തവന്മാരാടാ. ഇത് അറിയണോടാ എല്ലാവരും. നിക്ക് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടേ ശരത്ത് ഷമീറിനെ വിളിച്ചതായത്.